നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റണ്ണിങ് ഔട്ട് ഓഫ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദിസ് മജീഷ്യൻ. സോഫാ സ്കോർ ഫുട്ബോളിൽ ലിയോ മെസ്സിയുടെ കഴിഞ്ഞ 10 കളികളിലെ കണക്കുകൾ വെച്ചുകൊണ്ട് വിശേഷണം എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം എന്നറിയില്ല എന്ന് പറയുകയാണ്. എന്ത് വാക്ക് ഉപയോഗിച്ച് ഈ മജീഷ്യനെ നമ്മൾ വിശദീകരിക്കും? MLS പ്രകടനം അത്തരത്തിലാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒറ്റ ഗോളേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 10 കളികൾ നോക്കിയാൽ ഓർലാൻഡോക്കെതിരെ 3-0 മയാമി വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക 2 ഗോളുകൾ. കളിയിലെ റേറ്റിംഗ് 7.4 സോഫാ സ്കോർ .com കൊടുത്തിരുന്നത്. ഫിലാഡൽഫിയക്കെതിരെ 3-3 സമനില, അദ്ദേഹത്തിൻ്റെ വക 1 ഗോൾ, 7.6 റേറ്റിംഗ്. മോൺട്രിയലിനെതിരെ 4-2 മയാമി ജയിക്കുന്നു, 2 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക, 9.7 റേറ്റിംഗ് കൊടുത്തത്. ഇന്റർ മയാമിയും കൊളംബസും തമ്മിൽ നടന്ന മത്സരം 5-1 മയാമി ജയിക്കുമ്പോൾ 2 ഗോളും 2 അസിസ്റ്റും, 10-10 റേറ്റിംഗ് ലിയോ മെസ്സിക്ക്. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പായി. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽ അഹിലിക്കെതിരെ ഗോളില്ല, അസിസ്റ്റ് ഇല്ല, 0-0 സമനില, 8.1 അന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. അടുത്ത കളി FC പോർട്ടോക്കെതിരെ 2-1 ഇന്റർ മയാമി യൂറോപ്യൻ ടീമിനെ അട്ടിമറിക്കുമ്പോൾ കിടിലൻ ഗോൾ ലിയോ മെസ്സി വക, റേറ്റിംഗ് 8.3. പിന്നെ പാൽമറാസുമായി 2-2 സമനില, അന്ന് ഗോളില്ല, അസിസ്റ്റ് ഇല്ല, റേറ്റിംഗ് 7.5. പിന്നെ PSG-യുമായിട്ട് 0-4 പൊട്ടുന്നു, അന്നും ഗോളില്ല, അസിസ്റ്റ് ഇല്ല, 7.6 റേറ്റിംഗ്. മോശമല്ലാത്ത പ്രകടനം രണ്ടാം പകുതിയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വീണ്ടും MLS വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗോൾ വർഷം പുനരാരംഭിച്ചു. മോൺട്രിയലിനെതിരെ 4-1 ഇന്റർ മയാമി വിജയിക്കുന്നു, 2 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക, റേറ്റിംഗ് 9.7. അടുത്ത കളി ന്യൂ ഇംഗ്ലണ്ടിനെതിരെ 2-1 ഇന്റർ മയാമി വിജയിക്കുമ്പോൾ 2 ഗോളുകളും മെസ്സി വക, 8.8 റേറ്റിംഗ്. സോ മെസ്സിയുടെ മിന്നും പ്രകടനം അതെന്ത് വാക്ക് ചേർത്ത് വിശേഷിപ്പിക്കാൻ പറ്റുമെന്നറിയില്ല എന്നാണ് സോഫാ സ്കോർ .com പറയുന്നത്. തീർച്ചയായിട്ടും മെസ്സി മിന്നും ഫോമിൽ തന്നെയാണ്. അടുത്ത വേൾഡ് കപ്പ് അടുക്കുമ്പോഴും അദ്ദേഹം ഇതേ ഫോമിൽ തുടരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. USA-യിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ട് അടുത്ത വേൾഡ് കപ്പ് നടക്കുമ്പോൾ മെസ്സി തൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഉണ്ടാകും.